ഏവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. നാം ഈ ദിവസങ്ങളെല്ലാം ചിന്തിക്കുന്നത് എഫെസ്യ ലേഖനം, അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ക്രിസ്തുവിന്റെ ധനം, കൃപാധനം, അപ്രമേയ ധനം, വിവേകപൂർണതയുടെ സമ്പത്ത്, ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെ ദൈവം ദാനം ചെയ്തിരിക്കുന്നു എന്നുള്ള വിഷയം. ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെ നിക്ഷേപങ്ങൾ ക്രിസ്തുവിൽ ഗുപ്തമായിരിക്കുന്നു എന്നുള്ള ചിന്ത, ക്രിസ്തുവിന് നിന്ന് എന്ന വലിയ ധനം, ഇതെല്ലാം പഠിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിച്ചു. അപ്പോൾ തന്നെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് നാം വീണ്ടും കടക്കുകയാണ്. തന്റെ മഹത്വത്തിന്റെ ധനം. എഫെസ്യ ലേഖനത്തിൽ കാണുന്ന മറ്റൊരു ധനമാണ് മഹത്വത്തിന്റെ ധനം, ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി. മഹത്വത്തിന്റെ ധനം എന്ന് പറയുമ്പോൾ അളവില്ലാത്ത, ധാരാളമായ, സമർത്ഥമായി നമ്മുടെ മേൽ വർഷിപ്പിക്കുന്ന ദൈവത്തിന്റെ വലിയൊരളവ്, വലിയൊരു പങ്ക്, വലിയ ദാനം. ഒരു കോടീശ്വരൻ ഒരാൾക്ക് 50 100 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഒരു സഹായമായി കൊടുക്കുന്നുവെങ്കിൽ അത് തന്റെ ധനത്തിൽ നിന്നും കൊടുക്കുകയാണ്. എന്നാൽ വലിയ ധനികനായ ആ വ്യക്തി ലക്ഷങ്ങൾ ഒരുവന് ദാനമായി നൽകുന്നുവെങ്കിൽ അത് തന്റെ ധനത്തിനൊത്തവണ്ണം ഉള്ള ഒരു സഹായമാണ്. പ്രിയമുള്ളവരെ, ദൈവം അവിടുത്തെ അതിരുകളില്ലാത്ത മഹത്വത്തിന് ധനത്തിനൊത്തവണ്ണം നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥനയിൽ 3-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനാണ്. അവിടെ ബലപ്പെടണം എന്നുള്ളൊരു വാക്ക് നമുക്ക് കാണുവാൻ കഴിയും. തന്റെ മഹത്വത്തിനൊത്തവണ്ണം നാം അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളതാണ് അവിടുത്തെ ആഗ്രഹം. ദൈവത്തിന്റെ ഒരു ഗുണവൈശിഷ്ട്യമാണ് ആട്രിബ്യൂട്ട്, ദൈവമഹത്വം എന്നുള്ളത്, അല്ലെങ്കിൽ ഗ്ലോറി, മഹത്വം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. യഥാർത്ഥത്തിൽ ഏതെങ്കിലും സംഭവിച്ചത് മഹത്വം നഷ്ടപ്പെടുകയായിരുന്നു. ദൈവ തേജസ്, ദൈവ സ്വരൂപം, ദൈവ സാദൃശ്യം നഷ്ടപ്പെടുന്നു. അതിന്റെ പരിണതഫലം ആദിമ മനുഷ്യരായ ആദാമും ഹവ്വയും ആ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവരുടെ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ അവർ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു. അധികാരം നഷ്ടപ്പെട്ടു, ആധിപത്യം നഷ്ടപ്പെട്ടു, അവകാശം നഷ്ടപ്പെട്ടു, ആ ദൈവികമായ സത്വ, ജീവൻ എല്ലാം നഷ്ടപ്പെട്ടു. തൽഫലമായി അവർ പുറത്താക്കപ്പെട്ടു. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നത്. ഒന്നാം മനുഷ്യനെ ആദാം പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. റോമാലേഖനം 1-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ എല്ലാവരും പാപം ചെയ്ത് നഷ്ടപ്പെട്ടത് തേജസ്സാണ്, നഷ്ടപ്പെട്ടത് മഹത്വമാണ്. പക്ഷേ ഉൽപ്പത്തി പുസ്തകത്തിൽ അത്ര വലിയ ഒരു നഷ്ടത്തെ കുറിച്ച് പറയുന്നെങ്കിലും വീണ്ടും പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നഷ്ടപ്പെട്ട മഹത്വം തിരിച്ചു വരും. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് അവർ വിടുവിക്കപ്പെട്ട് ഒരു വീണ്ടെടുപ്പിന് ജനമായി ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ വന്നു. മരുഭൂമിയിൽ വന്നപ്പോൾ നമുക്കറിയാം, മരുഭൂമിയിൽ തണൽ നൽകുന്ന വൃക്ഷങ്ങളൊന്നുമില്ല. മരുഭൂമി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അസികനമായ ചൂട്, തണലേകുവാൻ അവിടെ യാതൊന്നുമില്ല. മുകളിൽ ചുട്ടുപഴുത്ത സൂര്യൻ, താഴെ അതുപോലെ മുകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യൻ, താഴെ ചുട്ടുപഴുത്ത മണൽ. എന്നാൽ വിടുവിക്കപ്പെട്ട ഇസ്രായേൽ ജനം ഈ മരുഭൂമിയിൽ ഈ ചൂടിന്റെ അസഹനീയമായ വേദന കൊണ്ട് അവർ നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിച്ചു. സൂര്യനും ഈ മനുഷ്യന്റെയും ഇടയിൽ ഒരു മേഘം വന്നു. ദൈവത്തിന്റെ തേജസ് മേഘത്തിന്മേൽ വന്നു എന്ന് പുറപ്പാട് പുസ്തകം 16:10 പറയും. ഇപ്പോൾ ഈ മഹത്വം മേഘത്തിന്മേലായി, മേഘം തണലായി അവരുടെ കൂടെ സഞ്ചരിച്ചു. ഏതെങ്കിലും നഷ്ടപ്പെട്ട ദൈവമഹത്വം ഇപ്പോൾ മേഘത്തിൽ വെളിപ്പെട്ടു. ഇപ്പോൾ ആ സൂര്യന്റെ ചൂട് അവർക്ക് അനുഭവിക്കേണ്ടതില്ല. മരുഭൂമിയിൽ നിൽക്കുന്നത് പാപിയായ മനുഷ്യൻ, മുകളിൽ നീതി സൂര്യനായ ദൈവം, അതിന്റെ മധ്യത്തിൽ മധ്യസ്ഥനായ ക്രിസ്തു വന്നു. ഇതൊരു ചിന്തയാണ്, വെളിപ്പാടാണ്, ഒരു ദൂതാണ്. നഷ്ടപ്പെട്ട ദൈവമഹത്വം തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ആ മഹത്വം മേഘത്തിലെത്തി. ഇനിയും പ്രിയമുള്ളവരെ, ആ മഹത്വം സമാപന കൂടാരത്തിലെത്തി. ഒരു തിരുനിവാസം, ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പാളയം അടിച്ച് കിടക്കുമ്പോൾ ദൈവം അവർ നടുവിൽ വസിക്കുവാൻ ഒരു കൂടാരം. ആ കൂടാരത്തിനകത്ത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങി. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ മേഘത്തിൽ നിന്ന് ആ ദൈവ തേജസ് സമാപന കൂടാരത്തിൽ വെളിപ്പെട്ടു. എന്തു വലിയ ആത്മീകമായ ഒരു വെളിപ്പാടാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. ഇപ്പോൾ ആ തേജസ് മോശ പണിത ടാബർനാക്കിൾ, കൂടാരം. പഴയ നിയമകാലത്തിൽ അങ്ങനെ ആരാധനയുടെയും ആലയത്തിന്റെയും വെളിപ്പാടുകൾ ഇല്ലാതിരുന്ന ആ ഒരു കാലയളവിൽ ദൈവത്തിന് തന്റെ ജനത്തോട് കൂടെ വസിക്കുവാൻ മോശ പണിത തിരുനിവാസം, ദ ടെന്റ്. അവിടെ പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലം. എന്നാൽ പുറപ്പാട് പുസ്തകം അവസാന അധ്യായത്തിൽ പറയുന്നത് ആ കൂടാരം മുഴുവൻ ദൈവത്തിന് തേജസ് കൊണ്ട് നിറഞ്ഞു. ഇനി നാം വീണ്ടും നോക്കുമ്പോൾ ഇപ്പോൾ ആ തേജസ് സലോമോൻ പണിത ദൈവാലയത്തിൽ നിറഞ്ഞു. ഒന്നാമത് ഏതെല്ലാണ് നാം കണ്ടത്, ആദാമിലും ഹവ്വയിലും. പിന്നത്തെ തേജസ് നഷ്ടപ്പെട്ടു. വീണ്ടും അത് മേഘത്തിൽ മടങ്ങി വന്നു, കൂടാരത്തിനുള്ളിൽ വെളിപ്പെട്ടു. ഇപ്പോൾ ശലോമോൻ പണിത ദേവാലയത്തിൽ ശുശ്രൂഷന്മാർക്ക് നിൽക്കുവാൻ കഴിയാതെ വണ്ണം അത്ര ശക്തമായ ദൈവ തേജസ്, ദൈവമഹത്വം ആലയത്തിൽ വെളിപ്പെട്ടു. ആ ആലയവും തകർക്കപ്പെട്ടു. സുവിശേഷ ഭാഗം തുടങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും: ഞങ്ങൾ അവന്റെ തേജസ്, പിതാവിൽ നിന്നും ഏകജാതനായവന്റെ തേജസ് ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ. ഞങ്ങൾ കണ്ടത് തേജസ്സുകൾ. പ്രിയമുള്ളവരെ, ഇത്ര വലിയ ഒരു സ്പിരിച്വൽ റെവലേഷൻ ആണ് ഈ പ്രഭാതത്തിൽ നാം കേൾക്കുന്നത്. ഇപ്പോൾ ആ തേജസ് പുത്രനിൽ കണ്ടെന്ന് അവർക്ക് പറയാനുള്ളത് ദൈവ തേജസ്സിനെ കുറിച്ച്. യോഹന്നാനെ നോക്കിയപ്പോൾ, സ്നാപക യോഹന്നാനെ നോക്കിയപ്പോൾ അത് കാണാനില്ല. പഴയ നിയമത്തിന്റെ പിന്തുടർച്ചക്കാരെ അവസാനം വരെ നിൽക്കുന്ന സെക്കര്യാവിൽ അത് കാണാനില്ല. യേശുക്രിസ്തുവിനെ കാണുവാൻ ദേവാലയത്തിൽ
കാത്തിരിക്കുന്ന ശിമോനുമേൽ അത് കാണാനില്ല, യേശുവിൽ അത് കണ്ടു. ആ ദൈവ തേജസ്, ഏകജാതനായവന്റെ തേജസ്, ആ തേജസ് ആ തെരുവിൽ കൂടെ നടന്നു നീങ്ങി. ക്രിസ്തുവിനെ കണ്ടവരെല്ലാം ആ പിതാവിനെ കണ്ടു. മുഴു സ്വർഗവും അവനിൽ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ സ്വർഗത്തേക്കാൾ ഉന്നതനായവൻ, തത്വത്തിന്റെ മുദ്രയായവൻ, പിതാവിനെ വെളിപ്പെടുത്തുവാൻ ഈ ഭൂമിയിൽ അവതരിച്ച യേശു, ആ ക്രിസ്തുവിൽ ആ തേജസ് എല്ലാവർക്കും, ഒന്നാമത്തെ ആദാം എല്ലാം നഷ്ടപ്പെടുത്തി, ഒടുക്കത്തെ ആദാം എല്ലാം വീണ്ടെടുത്തു. ഇപ്പോൾ അവർ കാണുന്നത് ദൈവ തേജസ്സാണ്, ഏകജാതനായവന്റെ തേജസ്. പൗലോസ് അവിടെ കൊണ്ട് നിർത്തിയില്ല. പൗലോസ് പറയുന്നു, വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ച അത് നിങ്ങളെ കുറിച്ച് പറയും, എന്നെ കുറിച്ച് പറയും. വെളിപ്പെടാനുള്ള തേജസ്. റോമാലേഖനം 8:18, എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ നമുക്കിങ്ങനെ വായിക്കുന്നു, അനേക പുത്രന്മാരെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നയിക്കും. പ്രിയമുള്ളവരെ, തേജസ്സിന്റെ വെളിപ്പാട് പുതിയ നിയമസഭയിലേക്ക് മടങ്ങി വരികയാണ്. ജോസഫ് അയച്ച രഥങ്ങൾ യാക്കോബിന്റെ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. രഥങ്ങൾ മടങ്ങി വരുന്നെന്ന് പറഞ്ഞാൽ യാക്കോബിനെ മിസ്രൈമിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വാഹനം എന്ന രീതിയിലല്ല ഈ രഥത്തെ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. യാക്കോബിന്റെ കുടുംബത്തിൽ എന്നേക്കുമായി നഷ്ടപ്പെട്ട വെളിപ്പാട്, ദർശനം, സ്വപ്നം ഈ രഥത്തിൽ കൂടി യാക്കോബിന്റെ വീട്ടിലോട്ട് ചെന്ന് കയറി. ഇന്നത്തെ സഭയ്ക്ക് നഷ്ടപ്പെട്ടത് പണമല്ല, മഹത്വമാണ്. ഇന്നത്തെ സഭയ്ക്ക് നഷ്ടപ്പെട്ടത് ഭൗതികമല്ല, തേജസ്സാണ്. എന്നാൽ അപ്പോസ്തലൻ പറയുന്നത്, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. കർത്താവ് യേശുവിന് തന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിലും പറയാനുള്ളത്, ഞാൻ എന്റെ മഹത്വം നിങ്ങൾക്ക് നൽകുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു തന്നെയാണ് ഓരോ വിശ്വാസിയിലും നിറയുന്നത്. ആ കർത്താവ് നമ്മളിൽ വസിക്കുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യേശു ക്രിസ്തു തന്നെയാണ് മഹത്വത്തിന് ധനം. യേശു ഉള്ള നാം ധനികരാണ്. എല്ലാം ഉണ്ടായിട്ടും യേശു നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നാം ദരിദ്രരാണ്. മഹത്വത്തിന് ധനം, മഹത്വമുള്ള പിതാവ്, മഹത്വത്തിന് ആളത്വമായ ക്രിസ്തു എന്നെല്ലാം നാം തിരുവചനത്തിൽ വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം ആസ്വദിക്കുവാൻ, എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ ധനം കൊണ്ട് ആത്മാവിനാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുവാൻ, ആരോഗ്യപരമായ ക്രിസ്തീയ ജീവിതം നമുക്ക് സാധ്യമായി തീരുവാൻ ഇടയാകണമെന്നാണ് അപ്പോസ്തലൻ ആശിക്കുന്നത്. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ മഹിമാധനം നിങ്ങളിൽ നിറയുവാൻ. നിങ്ങൾ സമ്പന്നരാണ്, നിങ്ങൾ ധന്യരാണ്, നിങ്ങളെല്ലാം ഉള്ളവരാണ്. നിങ്ങളിൽ ആ തേജസ് വസിക്കുന്നു, ആ മഹത്വം വസിക്കുന്നു, അത്യന്ത നിക്ഷേപം നിങ്ങളിൽ ഇരിക്കുന്നു, എല്ലാം നിങ്ങളിലാണ്. അതിനു പകരം നാം പലപ്പോഴും പറയുന്നത് ഇല്ല ഇല്ല ഇല്ലെന്നാണ്. ഇല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ ഇല്ല 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 എന്ന് എപ്പോഴും പറഞ്ഞാൽ ഏറ്റവും അവസാനം നാം പറഞ്ഞ ഇല്ലായ്മകളിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞാലും ഇല്ല, അങ്ങനെയുള്ള വല്ലായ്മകൾ, ഇല്ലായ്മകൾ, പോരായ്മകൾ എന്നാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഉണ്ടെന്ന് പറയുന്ന പ്രിയമുള്ള ഒരു മനോഭാവമാണ്, ആറ്റിറ്റ്യൂഡാണ്. അത് നിങ്ങളുടെ ഒരു ഭാവമാണ്. നിങ്ങൾക്കെല്ലാം ഉണ്ട്, നിങ്ങൾക്കെല്ലാം ഉള്ള ക്രിസ്തു നിങ്ങളിലുണ്ട്, മഹത്വം നിങ്ങളിലുണ്ട്, ലോകം കാണാത്ത തേജസ് നിങ്ങളിലുണ്ട്, വിശ്വാസം നിങ്ങളിലുണ്ട്, കൃപാധനം നിങ്ങളിലുണ്ട്, അത്യന്ത ശക്തി നിക്ഷേപം മൺകൂടാരത്തിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ട്, നിങ്ങൾക്ക് കൃപാവരങ്ങൾ ഉണ്ട്, വചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങളെല്ലാം ഉണ്ട്. ഇന്ന് പലക്കാലം ഈ ഒരു വെളിപ്പാട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റട്ടെ, രൂപാന്തരപ്പെടുത്തട്ടെ, വിശദീകരിക്കട്ടെ, കാഴ്ചപ്പാടുകളെ മാറ്റട്ടെ, മനോഭാവങ്ങൾ മാറട്ടെ, ആത്മനിർണയങ്ങൾ മാറട്ടെ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഈ വചനങ്ങൾ നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ആ കൃപയുടെ ധനം, അതിന്റെ വ്യാപ്തി, ആഴം ഇന്ന് പലക്കാലം ധാരാളമായി അനുഭവിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.